കഴിഞ്ഞ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്ത 5-6 അസിസ്റ്റൻസ് ഉണ്ട്. അടുത്ത മാസം ആദ്യം വിളിക്കാം. ഓക്കെ. ആരാ സാറ് ചാൻസ് വെച്ച് വിളിച്ചേന്നു? അതെ. മോർണിംഗ്. മോർണിംഗ്. സഞ്ജു എത്തിയില്ലേ? രാവിലെ എത്തുമെന്നാ പറഞ്ഞത്. വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ തിരക്കില്ല. ശരി ശരി. സഞ്ജു, അതെ സാറിന് തിരക്ക് കഴിഞ്ഞോ? നമുക്ക് ആ സോങ് ഒന്ന് ചെയ്തു തരാനേ. അല്ല, ഹലോ, ട്യൂൺ ഞാൻ അയച്ചായിരുന്നല്ലോ. അത് ഞാൻ കേട്ടു. ബാക്കിയോ? അത് നമുക്ക് റെഡിയാക്കാം. ഫാമിലി എത്തിയില്ലേ? ഇല്ല, അവരൊക്കെ നാട്ടില്. ഇതെന്റെ ഒരു പഴയ ഓട്ടോഗ്രാഫാ. ഏതാ ഇഫിത? 10th കൂടെ പഠിച്ചതാ. ഓ, പക്ഷേ ഇതിലെന്താ എത്ര പ്രത്യേകത? ഞാൻ ഈ 10th പഠിക്കുന്ന ടൈമിലൊന്നും എന്റെ കരിയർ ഇങ്ങനെ മ്യൂസിക് ഫീൽഡിലായിരിക്കും എന്നൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു. പക്ഷെ ഈ ഫിദ മാത്രം എന്താ ഇങ്ങനെ എഴുതിയെന്നാ? അന്ന് വെമ്പിളാറുമ്പ് ഷോ കാണിക്കണേ, നീ കയറി പാടി കാണും. ഹേയ്, അന്ന് ഞാൻ ഈ പാട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് തന്നെ എന്റെ അടുത്ത ചില ഫ്രണ്ട്സിന്റെ അടുത്ത് മാത്രം. അല്ലാതൊരു കോമ്പറ്റീഷൻ പോലും ഞാൻ പാടിയിട്ടില്ല. എങ്കിൽ പിന്നെ അവൾക്ക് നിന്നോട് കട്ട പ്രേമമായിരിക്കും. ഹേയ്, അങ്ങനൊന്നും ഇല്ലെന്നേ. എന്നാ പിന്നെ അവളോട് തന്നെ ചോദിക്കണം എന്തിനാ അങ്ങനെ എഴുതിയെന്ന്. അതാ ഇപ്പൊ കുഴപ്പം. കൂടെ പഠിച്ചതൊക്കെ ഫിദ എന്നൊരു പേര് മാത്രം ഓർമ്മയുണ്ട്. പക്ഷെ ആളെ അങ്ങോട്ട് കിട്ടുന്നില്ല. ഞാൻ FB-ലൊക്കെ കുറെ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ നോ രക്ഷ. ബാബുചേട്ടാ പറയ്. ഇല്ല കുഴപ്പമില്ല, ഞാനോട് വരാം. ബാബുചേട്ടൻ ഇറങ്ങിയോ? ഓക്കെ. പ്രൊഡക്ഷൻ ഇതാ. ഹീറോയുടെ വീട് തമ്മനാ സെറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് പോകണം. പിന്നെ ഈ പഴയ ഓട്ടോഗ്രാഫിന്റെ പേരിൽ നീ കറങ്ങി നടക്കരുത്. എനിക്ക് ആ പാട്ട് വേഗം ചെയ്തു തരണം. അടുത്ത മാസം ഷൂട്ട് തുടങ്ങേണ്ടതാ. ശരി. അവളെ കുറിച്ചൊരു അറിവില്ല. പിന്നെ അവൾ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഓക്കേടി, ഞാൻ നോക്കട്ടെ. എന്താ മോനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫിദയെ തപ്പി? പ്രശ്നമാണോ? നീ ആ ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യുന്നത്. നീ പോയി കിടന്നുറങ്ങ്. ഇത് ഞാൻ നോക്കിക്കോളാം. ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്. സ്വീറ്റ് ഡ്രീംസ്. ദൂരെ ദൂരെ നീങ്ങും മേഘം തേടുന്നാരേ വാനം നീളെ. അവളാരോ ആരാണോ? മിഴി തേടും നേരാണോ? അറിയാതിൻരാവാകെ നിറമേകുന്നാരാണോ? മഞ്ഞുപൂവേ വെണ്ണിലാവിൻ തുള്ളി നീയെ. കടലായി വന്നു നിന്നോർമകൾ തിരയേറുന്നു തീരങ്ങളിൽ. മിന്നിമായും മഞ്ഞുപൂവേ
കടലായി വന്നു നിന്നോർമകൾ തിരയേറുന്നു തീരങ്ങളിൽ വെറുതെ വെറുതെ ഇന്നേരോ പൊൻവേലിൻ കണമായി നീ വീഴും പതിയെ കനവിൻ വെൺതാരം ഇന്നഴകിൽ അരികിൽ മിഴി നീട്ടും ദൂരെ ദൂരെ നീങ്ങും മേഘം തേടുന്നാരേ വാനം നീളെ അവളാരോ ആരാണോ മിഴി തേടും നേരാണോ അറിയാതെൻറാവാകെ നിറമേകും നാരാണോ ഫേസി പറഞ്ഞത് അവൻ്റെ ഒരു കൂട്ടുകാരൻ വരുമെന്ന് മാത്രമാ. സിനിമയിൽ പാട്ട് ചെയ്യുന്ന ആളാണെന്നൊന്നും പറഞ്ഞില്ല. ഇതിവിടെ അടുത്ത് തന്നെ. ഓ, ഇന്ന് ഇനി എന്തായാലും പോകണ്ട, നാളെ പോ. ശരി. സാറേ 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 ആ, ഫിദയല്ലേ? അതെ. ഇക്കായ ദുബൈയിലാ. ആ, സഞ്ജുനൊക്കെ എത്ര കാലത്തിന് ശേഷം കാണുന്നേ. ഞാൻ വിചാരിച്ചതേ അല്ല നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റൂന്ന്. സഞ്ജുന്റെ സിനിമയുടെ ഷൂട്ടിംഗ് വല്ലതും നടക്കുന്നുണ്ടോ ഇവിടെ? ഉം. ഇത് ഞാൻ എഴുതിയതാണല്ലോ. ഫിദ എന്താ അന്ന് അങ്ങനെ എഴുതിയത്? ഇത് എഴുതിയത് ഞാൻ തന്നെയാ. എന്റെ ഹാൻഡ് റൈറ്റിംഗുമാ. പക്ഷെ ഇത് എഴുതാൻ പറഞ്ഞു തന്നത് വേറൊരാളാ. ആ, ആരാത്? എന്റെ കൂടെ പണ്ട് എപ്പോഴും ഉള്ള ഒരു മീരനെ ഓർമ്മയുണ്ടോ? ഒരു മീര കമൽ. ആ, അവള് പറഞ്ഞു തന്നതാ. അവളൊക്കെ ഇപ്പൊ എവിടെയാണോ ആവോ. മീര എത്തിയോ? വീട്ടുകാരിയൊക്കെ അങ്ങ് മറന്നോ? എവിടെയായിരുന്നു? ഞാനോ? ഉം. ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഒരിടത്തൊരിടത്ത് ഒരു നിധി ഇരിപ്പുണ്ടെന്ന്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാ മനസ്സിലായത് നിധി അവിടെയല്ല, അത് ഇവിടെ തന്നെയാന്ന്. അച്ചുടാ. ഫ്ലാറ്റിലോട്ടൊന്നും അമ്മ വരുന്നില്ലെന്നാ പറയുന്നേ. ആ, എന്നാ അമ്മയുടെ കൂടെ നീ ഇവിടെ ഇരുന്നോ. അയ്യടാ, പിന്നെ വല്ല നിധി തേടി പോകാനല്ലേ? ഞാനും വരും. പൊടി.